ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന് നമ്മൾ ധ്യാനിച്ച കഷ്ടപ്പാടുകളുടെയും പീഡാസഹനങ്ങളുടെയും ഒക്കെ അറുതി പിതാവാം ദൈവം തൻ്റെ പുത്രനെ മഹത്വത്തോടുകൂടി ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ഈ ലോകരക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിൽ വരേണ്ടിയിരുന്ന കഷ്ടതകളൊക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് യാത്രയായതിനു ശേഷം ഉദ്ധാന പെരുന്നാളിൻ്റെ അനുഭവം നമുക്ക് ദൃശ്യമാക്കി തരുന്ന വേദഭാഗമാണ് വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയും വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സാക്ഷിക്കുന്ന സുവിശേഷ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ ഉദ്ധാനത്തിലൂടെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാസ്വാതന്ത്ര്യം, പാപമരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്ന ക്രിസ്തു നമ്മോടുകൂടെ എന്നും ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം എന്ന് പറയുന്നുണ്ട്. ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രധാന ശുശ്രൂഷകളിൽ വായിക്കുന്ന പ്രൊമിയോൻ സദറാകളിൽ ഒരു വലിയ സമാധാനത്തിൻ്റെ അനുഭവത്തെ നമുക്ക് വിവിധ ഭാഷ്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ആലങ്കാരിക പദപ്രയോഗങ്ങളിലൂടെ കാണുവാൻ കഴിയും. ആ ലോക സമാധാനം നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെയാണ്. അവൻ നമുക്ക് വേണ്ടി ജനിച്ചു, അവൻ നമുക്ക് വേണ്ടി ജീവിച്ചു, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവൻ നമുക്ക് വേണ്ടി കഷ്ടതകളേറ്റു, അവൻ നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ചു, ഉദ്ധിതനായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഉദ്ധാന പെരുന്നാളിൻ്റെ സാക്ഷ്യം, ഉദ്ധാന പെരുന്നാളിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കി മാറ്റുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും നമുക്ക് വേണ്ടി എന്നാളും നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുവാനും തക്കവണ്ണം നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവും നമ്മുടെ സഹോദരനായി തീർന്ന യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവിലൂടെ നമ്മെ നയിക്കുന്നതിലൂടെ ഈ 3 ആളത്വങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ഉണ്ടായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉയർപ്പിൻ്റെ സന്ദേശം. തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിൻ്റെ പുണ്യം, നമ്മുടെ ഉപവാസത്തിൻ്റെ ഫലം, നമ്മുടെ ദാനധർമ്മങ്ങളുടെ ലക്ഷ്യം ഇവയെല്ലാം തന്നെ നമ്മുടെ പാപമരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തതുപോലെ നമ്മുടെ പാപമരണത്തിൽ നിന്ന് അവൻ നമ്മെ ഉയർത്തുന്നതിലൂടെ നമ്മുടെ ഹൃദയവും ചിന്തകളും ആത്മശരീര മനസ്സുകളും എല്ലാം തന്നെ ദൈവികമായി ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഉദ്ധാന പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ.